ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുല്ലാറുകളുടെ കിതാബ് തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 30. വഖദ് ദക്കറ ഫി ഹാദിൽ ഹദീസി അൽ ബറാഅത്തു മിനൽ മിലലി സലാസി. ഇപ്പോൾ ഈ പറഞ്ഞ ഉബാദത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, ഇതിൽ 3 മില്ലത്തുകളിൽ നിന്നുള്ള മുക്തി, ബറാഅത്ത്, അതിൽ നിന്ന് ഒഴിവാണ് എന്നത് പരാമർശിച്ചിരിക്കുന്നു. ഏതൊക്കെ മില്ലത്തുകൾ, ഏതൊക്കെ മാർഗങ്ങൾ? മില്ലത്തുൽ യഹൂദി ഒ മില്ലത്തുൽ നസാറ ഒ മില്ലത്തുൽ മുശ്രിക്കീൻ. യഹൂദികളുടെ മാർഗം, നസാറാക്കളുടെ മാർഗം, ബഹുദൈവ വിശ്വാസികളുടെ മുശ്രിക്കുകളുടെ മാർഗം. വഹു ഹദീസുൻ അദീമുൻ, ഇത് മഹത്തായിട്ടുള്ളൊരു ഹദീസ് ആണ്. ഫഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി. അതാണല്ലോ ഹദീസ് തുടങ്ങുന്നത്. ആരെടുത്തൻ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹു, ഒരു ആരാധ്യനും ഇല്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ, ദൂതൻ ആണെന്നും സത്യസാക്ഷ്യം വഹിക്കുന്നുവോ എന്ന് പറഞ്ഞില്ലേ. ഇത് ഫീഹി, ഇതിലുണ്ട് അൽ ബറാഅത്തു മിൻ ദീനിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളുടെ മുശ്രിക്കുകളുടെ ദീനിൽ നിന്നുള്ള മുക്തി, അതിൽ നിന്ന് ഒഴിവാകൽ ഇതിലുണ്ട്. കാരണം അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നാണല്ലോ പറയുന്നത്. മുശ്രിക്കുകളാകട്ടെ അള്ളാഹു അല്ലാത്ത നിരവധി ഇലാഹുകളെ സ്വീകരിച്ചിരുന്നു, ബഹുദൈവങ്ങളെ മറ്റുള്ള ദൈവങ്ങളായിട്ട് ആരാധിച്ചിരുന്നു. വഫീ ഖൗലിഹി, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, വ അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം. സെയിം ഈസ അലൈഹിസ്സലാം അബ്ദുല്ലാ, അള്ളാഹുവിൻ്റെ ദാസനും അടിമയും ആണെന്നും, വ റസൂലുഹു, അവൻ്റെ ദൂതൻ റസൂലും ആണെന്നും, വ കലിമത്തുഹു അൽഖാഹ ഇലാ മറിയം, അവൻ മറിയമിലേക്ക് നിക്ഷേപിച്ച അവൻ്റെ വചനവും ആണെന്നും എന്ന് പറഞ്ഞില്ലേ. ഹാദ, ഇത് ഫിഹി അൽ ബറാഅത്തു മിൻ ദീനിൽ യഹൂദി വൻ നസ്വാറ, യഹൂദികളുടെയും നസാറാക്കളുടെയും മതത്തിൽ നിന്നുള്ള ബറാഅത്ത്, ഒഴിവാവൽ ഇതിലുണ്ട്. ലിഅന്നൽ യഹൂദ കഫറു ബി ഈസ, കാരണം യഹൂദികൾ ഈസ അലൈഹിസ്സലാമിനെ നിഷേധിച്ചു. വൻ നസാറ ഗലൗ ഫിഹി, നസാറാക്കളാകട്ടെ അദ്ദേഹത്തിൽ ഉലുവ് വരുത്തി, അമിതമായിട്ട് അദ്ദേഹത്തിനെ പ്രശംസിച്ചു, അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇല്ലാത്ത സ്ഥാനം നൽകി എന്നതാണ്. ഹത്ത ജഅലുഹു റബ്ബൻ, ഇതുവരെ എന്ന് വെച്ചാൽ അവർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ റബ്ബാക്കി എന്ന്, അള്ളാഹു ആക്കി. വഅയ്ളൻ, അതുപോലെ തന്നെ അൽ യഹൂദ് വൻ നസാറ കുല്ലും മിൻഹും കഫറ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല യഹൂദികളും നസാറാക്കളും രണ്ടു കൂട്ടരും അവർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ് എന്ന കാര്യം അവർ നിഷേധിച്ചു. ഫഹാറ ഫിഹി അൽ ബറാഅത്തു മിനൽ മിലലി സലാസ് മില്ലത്തുൽ മുശ്രിക്കീൻ വദാലിക ബിശഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പോൾ മുശ്രിക്കുകളുടെ മില്ലത്തിൽ നിന്ന് ഉള്ള മുക്തി, ഒഴിവാകൽ ഇതിലുണ്ട്. അതെങ്ങനെ? അള്ളാഹു അല്ലാതെ ഒരു ഇലാഹ് ഇല്ല എന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ആണ് എന്നും സത്യസാക്ഷ്യം വഹിക്കൽ കൊണ്ട്. വൽ ബറാഅത്തു മിൻ മില്ലത്തിൽ യഹൂദി വൻ നസാറ, യഹൂദികളുടെയും നസാറാക്കളുടെയും മാർഗത്തിൽ നിന്നുള്ള മില്ലത്ത് ഒഴിവാകലും ഉണ്ട്. അവരുടെ മാർഗങ്ങളിൽ നിന്നുള്ള ബറാഅത്ത്, ഒഴിവാകൽ. വദാലിക ഫി ഷഹാദത്തി അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു, അന്ന ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു. അതെങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ അബ്ദും റസൂലുമാണ്, ദാസനും ദൂതനുമാണ് ഈസ എന്ന വചനം കൊണ്ട്. അപ്പോൾ ഈസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹു അല്ല, അള്ളാഹുവിൻ്റെ മകനല്ല, റസൂലാണ്. ഈസ അലൈഹിസ്സലാം ജാരസന്തതിയല്ല, മഅദല്ലാഹ്. വശാഹിദു മിനൽ ഹദീസ് ലിൽ ബാബ് ഫദ്ലിഷ് തൗഹീദ് വമാ യുകഫിറു മിനദ് ദുനൂബ് എന്ന ബാബിനോട് ഇത് യോജിക്കുന്നത്, ഷാഹിദാകുന്നത് എങ്ങനെ? അന്ന റസൂല ഖാല ഫി ആഖിരിഹി, ഈ ഹദീസിൻ്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, അവൻ എന്തൊരു അമലിലാണോ, അവൻ്റെ കർമ്മങ്ങൾ എങ്ങനെയാണോ അത് പ്രകാരം അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസാക്ഷ്യം വഹിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതിൽ പല കാര്യങ്ങൾ പറഞ്ഞു, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ്, ഇതൊക്കെ പറഞ്ഞില്ലേ. ഹാദാ വഅദുൻ മിനല്ലാഹി സുബ്ഹാനഹു വ തആല ലി അഹ്ലി തൗഹീദി ബി അന്നല്ലാഹ യുദ്ഖിലുഹും അൽ ജന്ന, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഅദ് ആണ്,
വാഗ്ദാനമാണ്. ആർക്ക്? ലി അഹ്ലി തൗഹീദി, തൗഹീദിൻ്റെ ഏകദൈവ വിശ്വാസത്തിൻ്റെ ആളുകൾക്ക്. ബി അന്നല്ലാഹ, കാരണം അള്ളാഹു യുദ്ഖിലുഹും അൽ ജന്ന, അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. വ അഹ്ലു തൗഹീദി, തൗഹീദിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ഷഹിദു, അവർ സത്യസാക്ഷ്യം വഹിച്ചവരാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ലെന്നും, വാന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ദൂതനാണെന്നും, വാന്ന ഈസാ അലൈഹി സ്വലാം അബ്ദുല്ലാഹി വ റസൂലുഹ്, അവൻ്റെ ദാസനും ദൂതനുമാണെന്നും, വകലിമത്തുഹു അൽഖഹാ ഇറ മറിയം അലൈഹിസ്സലാമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത വചനവും ആണെന്നും, റൂഹും മിൻഹു, അവനിൽ നിന്നുള്ള റൂഹ് ആത്മാവും ആണ് എന്നും, അന്നൽ ജന്നത ഹഖുൻ, നിശ്ചയം സ്വർഗം സത്യമാണെന്നും, വന്നാറ ഹഖുൻ, നരകം സത്യമാണെന്നും. ഹാ ഉലായി, ഇക്കാര്യങ്ങൾ ഹും അഹ്ലു തൗഹീദ്, അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് തൗഹീദിൻ്റെ ആളുകൾ. വഅദഹുമുല്ലാഹു അൻ യുദ്ഖിലു അൽ ജന്ന, ഇവരെ തൗഹീദിൻ്റെ ആളുകളെ, വിശ്വാസത്തിൻ്റെ ആളുകളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വഹാദാ ഫിഹി ഫദ്ലു തൗഹീദി, ഇതിൽ തൗഹീദിൻ്റെ ശ്രേഷ്ഠതയുണ്ട്. വഅന്നഹു സബബുൻ ലിദുഖൂലിൽ ജന്ന, സ്വർഗപ്രവേശത്തിന് കാരണമാണ് തൗഹീദ് എന്ന കാര്യവും. ലാക്കിൻ മാ മഅന അലാ മാ കാന മിനൽ അമൽ, അവർ എന്തൊരു അമൽമേലാണോ ആ അടിസ്ഥാനത്തിൽ അതിന്മേൽ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താ? ഫീ ദാലിക ഖൗലാനി ലി അഹ്ലിൽ ഇൽമി, അൽഹംദുലില്ലാഹ്, പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളുണ്ട്. അൽ ഖൗലുൽ അവ്വൽ, ഒന്നാമത്തെ വീക്ഷണം, അദ്ഖലഹുല്ലാഹു അലാ മാ കാന മിനൽ അമൽ, അവരെന്തൊരു അമലിലാണോ അവരുടെ അമലിനനുസരിച്ച് അള്ളാഹു അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഞാനി ഉദ്ദേശിക്കുന്നു, വലൗകാന ലഹു സയ്യിആത്തുൻ ദൂന ഷിർക്ക്, ഷിർക്കല്ലാത്ത തിന്മകൾ അവർക്കുണ്ടെങ്കിൽ പോലും, ഫഇന്ന ദാലിക ലാ യഹൂലു ബൈനഹു വ ബൈന ദുഖൂലിൽ ജന്ന, അത് എന്തല്ല, സ്വർഗപ്രവേശനവും അവനും ഇടയിൽ മറയാകുകയില്ല. ഇമാമിൻ അവ്വലി വഹലത്തിൻ വൈമാഫിൻ നിഹായത്തി, അപ്പോൾ ഒന്നുകിൽ സ്വർഗപ്രവേശനം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ആദ്യം തന്നെ അവർക്ക് സാധ്യമായി എന്ന് വരും, അതല്ലെങ്കിൽ അവസാനം അവർക്ക് നിശ്ചിത ശിക്ഷ നരകത്തിൽ ശിക്ഷിക്കപ്പെട്ട ശേഷം അവരുടെ തിന്മകൾക്ക്. ഫീഹി ഫദ്ലു തൗഹീദി, അപ്പോൾ ഇതിൽ തൗഹീദിൻ്റെ പുണ്യം ശ്രേഷ്ഠതയുണ്ട്. വൻഹു യുകഫിറു ദുനൂബ ബിഇദ്നില്ലാഹി, അപ്പോൾ എന്താണ് തൗഹീദ് എന്നത് ദുനൂബുകളെ, പാപങ്ങളെ പുറത്ത് കളയിപ്പിക്കുന്നതാണ് എന്ന്. ഔ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം, ഔ യംനഉ മിനൽ ഖുലൂദി ഫിന്നാർ, അല്ലെങ്കിൽ നരകത്തിൽ ശാശ്വതമാകുന്നതിൽ നിന്ന് തടയുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ അള്ളാഹുവിൻ്റെ വശാരപ്രകാരം, ഫദ്ല് പ്രകാരം അവർക്ക് പാപങ്ങൾ പൊറുക്കപ്പെട്ടേക്കാം തൗഹീദുള്ള ആളുകൾ, എന്നാൽ ധാരാളം തിന്മകൾ അവർക്കുണ്ട്. അപ്പോൾ അത് കാരണം അള്ളാഹു ഒന്നുകിൽ അവർക്ക് പാപം പുറത്തിട്ട് അവൻ്റെ ഔദാര്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാം, നരകത്തിൽ തീരെ പ്രവേശിപ്പിക്കാതെ. അതല്ലെങ്കിലോ നരകത്തിൽ ശാശ്വതമാകുന്നതിൽ നിന്ന് തൗഹീദ് അവർക്ക് തടവാവും. എന്ത്, അള്ളാഹു നിശ്ചിത കാലം അവർക്ക് നരകശിക്ഷ അനുഭവിപ്പിച്ച ശേഷം അവരെ സ്വർഗത്തിലാക്കും. എന്താണെങ്കിലും നരകത്തിലപ്പോൾ അവർ ശാശ്വത ആകുന്നില്ല എന്നതാണ്. ഇനി വൽ മാനസാനി അലാമാക്കാന മിനൽ അമൽ എന്ന് പറഞ്ഞാൽ അവരുടെ അമലിൽ ഏതിലാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ അമലുകൾക്കനുസരിച്ച് അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ആശയം, രണ്ടാമത്തെ അഭിപ്രായം, അദ്ഖലഹുല്ലാഹുൽ ജന്നത അലാമാക്കാന മിനൽ അമൽ തന്നെ, അവരുടെ അമലുകൾക്കനുസരിച്ച് അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഉദ്ദേശിക്കുന്നത് അതായത് അന്നഹു യുദ്ഖിലുൽ ജന്നത, അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എങ്ങനെ? ഫതകൂനു മൻസിലത്തുഹു ഫിഹാ ബിഹസ്ബി അമലിഹി, അപ്പോൾ സ്വർഗത്തിൽ അവൻ്റെ പദവി എങ്ങനെയായിരിക്കും? അവൻ്റെ അമലിനനുസരിച്ചായിരിക്കും. ലിഅന്ന അഹ്ലൽ ജന്നതി യതഫാവതൂന ഫി മനാസിലിഹിം ബിഹസ്ബി അമാലിഹിം, കാരണം സ്വർഗ്ഗക്കാർ അവരുടെ അമലുകളുടെ കണക്കനുസരിച്ച് അവർ അവരുടെ പദവികളിൽ വ്യത്യസ്തരായിരിക്കും, ഏറ്റക്കുറച്ചിലുണ്ടാവും. ഫമിൻഹും മൻ ഹുവ ഫി അഅലൽ ജന്ന, സ്വർഗത്തിൻ്റെ അത്യുന്നതിയിൽ ഉള്ളവരുണ്ടാകും. വമിൻഹും മൻ ഹുവ ദൂന ദാലിക, അതിൻ്റെ താഴെയുള്ളവരുണ്ടാകും. അഹ്ലുൽ ജന്നത്തി യതഫാവലൂന ഫി മനാസിലിഹിം, അപ്പോൾ സ്വർഗ്ഗക്കാർ അവരുടെ പദവികളിൽ വ്യത്യസ്തരായിരിക്കും, ശ്രേഷ്ഠതകളിൽ. വൽ ജന്നത്തു ദറജാത്തിൻ, സ്വർഗമാകട്ടെ പല തട്ടുകളാണ്, പല ഗ്രേഡുകളാണ്. ബാദുഹാ ഫൗക ബാദിൻ, ചിലതിൻ്റെ മുകളിലാണ്. കമാ അന്നന്നാറ ദറക്കാത്തുൻ ബാദുഹാ തഹ്ത ബാദിൻ, ഏതുപോലെയെന്ന് വെച്ചാൽ നരകം എന്ന് പറഞ്ഞാൽ തട്ടുകളാണ്, അതിൽ ചിലതിൻ്റെ താഴെയാണ്.
വന്നാറു അസ്ഫല സാഫിലീൻ. അപ്പോൾ എന്താ അധമന്മാരിൽ അധമന്മാർക്കുള്ളതാണ് എന്താണ് അത്, അല്ലെങ്കിൽ അധമത്വത്തിൽ അധമത്വം നിറഞ്ഞതാണ് നരകം എന്ന് പറയുന്നത്. അത് അധമന്മാർക്കുള്ളതാണ്. അമ്മൽ ജന്നത്ത് ഫഇന്നഹ അലാ ഇല്ലിയീൻ, ഇല്ലിയീനിൽ അത്യുന്നതമാണ് ജന്നത്ത്. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി മിഅത്തു ദറജ, നിശ്ചയം സ്വർഗത്തിൽ 100 ഗ്രേഡുകളുണ്ട്. ബൈന കുല്ലി ദറജത്തൈനി കമാ ബൈന സമാഇ വൽ അർദ്, ഓരോ 2 ദറജകൾക്കും ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് ആകാശവും ഭൂമിക്കും ഇടയിലുള്ള അത്ര ദൂരമുണ്ട്. അഅദ്ദഹ അല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ നടത്തുന്ന, ജിഹാദ് നടത്തുന്നവർക്ക് അള്ളാഹു തയ്യാറാക്കിയതാണത്. ദല്ല അല അന്നൽ ജന്നത്ത് ദറജാത്തിൻ. അപ്പോൾ ഈ ഹദീസ് തെളിയിക്കുന്നത് എന്താണ്? സ്വർഗത്തിന് നിരവധി ദറജകൾ, ഗ്രേഡുകൾ ഉണ്ട് എന്നതാണ്. വഅന്നനാസി യൻസിലൂന മിൻഹാ ഫിഹാ ബിഹസ്ബി അഅമാലിഹിം, അപ്പോൾ ജനങ്ങൾ അവരുടെ അമലുകൾക്കനുസരിച്ചാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. മിൻഹും മൻ യുറാ മൻസിലഹു കൽ കൗകബി ദുർരിയ്യി അൽ ഗാബിരി ഫിൽ മശ്രിഖി ഔ അൽ മഗ്രിബി ലിബൂദി മാ ബൈനഹും മിന തഫാദുലി വമിൻഹും മൻ യകൂനു ദൂന ദാലിക്. അപ്പോൾ അവരിൽ ചിലരുണ്ട്, എങ്ങനെ അവർക്ക് അവരുടെ പദവി കാണിക്കപ്പെടും കൽ കൗകബി ദുർരിയ്യി, ഷൈനിങ് ആയിട്ടുള്ള സ്റ്റാറിനെ പോലെ, നക്ഷത്രത്തെ പോലെ തിളങ്ങുന്ന, അൽ ഗാബിരി ഫിൽ മശ്രിഖി ഔ അൽ മഗ്രിബ്, കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ചക്രവാളത്തിലേക്ക് പോകുന്ന, എങ്ങനെ അവരുടെ ഇടയിൽ തഫാദുൽ ശ്രേഷ്ഠതകളിൽ ഉള്ള ദൈർഘ്യം കാരണം, ദൂരം കാരണം. ഒമിൻഹും മയ്യക്കൂന് ദൂനദാലിക്, ഇതിൻ്റെ താഴെ പടിയിലുള്ളവരും ഉണ്ട് എന്നതാണ്. വഫി ഹാദൽ ഹദീസി അർറദ്ദു അലാ സ്വാഇരി തവാഇഫിൽ കുഫ്രിയത്തി, കുഫാർ വിഭാഗങ്ങൾക്ക് എതിരെയുള്ള ഖണ്ഡനവും ഈ ഹദീസിലുണ്ട്. ഫഫീഹി റദ്ദുൻ അലൽ മുശ്രിക്കീൻ അൽ വസനിയീൻ, ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ബിംബാരാധകരായിട്ടുള്ള മുശ്രിക്കുകൾക്കെതിരെ ഉള്ള ഖണ്ഡനമുണ്ട്. ഫഫീഹി റദ്ദുൻ അലൽ യഹൂദി, യഹൂദികൾക്കെതിരെയുള്ള ഖണ്ഡനമുണ്ട്. ഫഫീഹി റദ്ദുൻ അലൽ നസാറ, നസാറാക്കൾക്കെതിരെയുള്ള ഖണ്ഡനമുണ്ട്. വഫിൽ ഹദീസ് ഐദൻ, ഈ ഹദീസിൽ ഇതുണ്ട്, എന്ത്? വുജൂബുൽ ഈമാൻ ബി ജമീഅ റസുലി അലൈഹി സ്വലാത്തു വസ്സലാം, എല്ലാ മുർസലീങ്ങളിലും വിശ്വസിക്കണമെന്ന ആശയം ഇതിലുണ്ട്. ലിഅന്നഹു നസ്സാലൽ ഈമാൻ ബി ഈസാ വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഈസാ അലൈഹി സ്വലാമിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞു ഹദീസിൽ. ഫീ ദാലിക ഇശാറത്തുൻ ഇലാ അന്നഹു യജിബുൽ ഈമാൻ ബി ജമീഅ റുസുലി, മുഴുവൻ മുർസലീങ്ങളിലും വിശ്വസിക്കണം നിർബന്ധമാണ് എന്നതിലേക്കുള്ള സൂചന ഇതിലുണ്ട്. കമാഫി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിലുള്ളതുപോലെ, വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. വൽ മുഅ്മിനൂന, സത്യവിശ്വാസികൾ, കുല്ലുൻ അവരെല്ലാവരും, ആമന ബില്ലാഹി അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, വ മലായികത്തിഹി അവൻ്റെ മലക്കുകളിലും വിശ്വസിച്ചിരിക്കുന്നു, വ കുത്തുബിഹി അവൻ്റെ കിതാബുകളിൽ ഗ്രന്ഥങ്ങളിൽ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു, വ റുസുലിഹി അവൻ്റെ ദൂതന്മാരിൽ മുർസലിങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി അവൻ്റെ മുർസലിങ്ങൾക്കിടയിൽ അവർക്കിടയിൽ അവർ യാതൊരു വിവേചനവുമില്ല എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതകളിൽ ഏറ്റക്കുറച്ചിലില്ല എന്നല്ല, മുർസലീങ്ങളാണ് എന്ന കാര്യത്തിൽ അവർ തൗഹീദ് പ്രചരിപ്പിച്ചു എന്ന കാര്യത്തിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഫലാബുദ്ദ മിനൽ ഈമാൻ ബി ജമീഅ റുസുൽ അലൈഹിം സ്വലാത്തു വസ്സലാം, അപ്പോൾ മുഴുവൻ മുർസലീങ്ങളിലും വിശ്വസിക്കൽ നിർബന്ധമാണ്. വമൻ കഫറ ബി വാഹിദിൻ മിൻഹും ഫഖദ് കഫറ ബിൽ ജമീഅ, അപ്പോൾ ഏതെങ്കിലും അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു റസൂൽ, ഒരു ദൂതനെ നിഷേധിച്ചാൽ അവൻ മുഴുവൻ ദൂതന്മാരെയും നിഷേധിച്ചു എന്നാണ്. ഫൽ യഹൂദുല്ലദീന യസ്ഉമൂന അന്നഹും ആമനു ബി മൂസ ഫഖദ് കഫറ ബി മൂസ, അപ്പോൾ യഹൂദികൾ വിശ്വസിക്കുന്നത് എന്താണ്, പറയുന്നത്, വാദിക്കുന്നത് എന്താണ്, അവർ മൂസായിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അവർ മൂസ അലൈഹി സ്വലാമിനെ നിഷേധിച്ചിരിക്കുകയാണ്. ലിഅന്നഹും ബി കുഫ്രിഹിം ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഫറു ബി മൂസ, കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിക്കുന്നതോടുകൂടി തന്നെ അവർ മൂസ അലൈഹി സ്വലാമിനെ നിഷേധിച്ചു. കാരണം എന്താ? ലിഅന്ന മൂസ അഖ്ബറ ബി ബഅസതി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ സംബന്ധിച്ച് മൂസ അലൈഹി സ്വലാം വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചല്ലേ ഇവർ, അപ്പം പിന്നെ മൂസ അലൈഹി സ്വലാമിൻ്റെ ആ വചനം അവർ നിഷേധിച്ചിരിക്കുകയാണല്ലോ. കമാഹുവ മൗജൂദുൻ ഫി തൗറാത്തിൽ ലത്തി ജാഅ ബിഹാ മൂസ അലൈഹി സ്വലാം, മൂസ അലൈഹി സ്വലാം കൊണ്ടുവന്ന തൗറാത്തിൽ ഉള്ളത് കാണപ്പെടുന്നത് പോലെ. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ يأمرهم بالمعروف وينهاهم عن المنكر
ويحل لهم الطيبات ويحرم عليهم الخبائث الذين ഒരു കൂട്ടർ യത്തബിഊന റസൂല നബിയൽ ഉമ്മിയ ഉമ്മിയായ നബിയായ റസൂലിനെ പിന്തുടർന്നവർ. ഉമ്മി നിരക്ഷരനായിട്ടുള്ള, എഴുത്തും വായനയും അറിയാത്ത. അല്ലതി എങ്ങനെയുള്ള യജിദൂനഹു അവർക്ക് അദ്ദേഹത്തെ കണ്ടെത്താം മക്തൂബൻ എഴുതപ്പെട്ടതായിട്ട് ഇൻദഹും അവരുടെ പക്കൽ ഫിൽ തൗറാത്തി വൽ ഇഞ്ചീൽ തൗറാത്തിലും ഇഞ്ചീലിലും. അപ്പോൾ അവരുടെ പക്കലുള്ള തൗറാത്ത് ഇഞ്ചീൽ എന്നീ വേദഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഈ നബിയുടെ ആഗമനത്തെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ സംബന്ധിച്ച്. യഅ്മുറുഹും ബിൽ മഅറൂഫ് അവരോട് നന്മ കൽപ്പിക്കുകയും വയൻഹാഹും അനിൽ മുങ്കർ അവരോട് തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്തി നല്ലത് അവർക്ക് അനുവദിക്കുകയും വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് മ്ലേച്ഛമായത് മോശമായത് അവർക്ക് നിരോധിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ. കദാലിക ഈസാ അലൈഹിസ്സലാം അഖ്ബറ ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ ബിൽ ഈമാൻ ബിഹി. അപ്രകാരം തന്നെ ഈസാ അലൈഹിസ്സലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ സംബന്ധിച്ച് വിവരമറിയിക്കുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കണമെന്ന് കൽപ്പിക്കുകയും അല്ലെങ്കിൽ അറിയിക്കുകയും ചെയ്തു എന്നതാണ്. وإذ قال عيسى ابن مريم يا بني إسرائيل إني رسول الله إليكم مصدقا لما بين يدي من التوراة ومبشرا برسول يأتي من بعد اسمه أحمد. وإذ قال عيسى ابن مريم ഈസ ഇബ്നു മറിയം പറഞ്ഞ സന്ദർഭം ഓർക്കുക. യാ ബനി ഇസ്രായീല ഓ ഇസ്രായേൽ മക്കളെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും നിശ്ചയം ഞാൻ നിങ്ങളിലേക്കുള്ള ദൂതനാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി തൗറാത്തിൽ എൻ്റെ അടുക്കലുള്ള അതിനെ ഞാൻ സത്യമാക്കിക്കൊണ്ട് വ മുബശ്ശിറൻ സന്തോഷ വാർത്ത അറിയിക്കുന്ന അവസ്ഥയിലുമാണ് ഞാൻ വന്നിട്ടുള്ളത്. ബി റസൂലിൻ ഒരു റസൂലിനെ കൊണ്ട് യഅ്തി മിൻ ബഅദി എനിക്ക് ശേഷം വരുന്ന ഇസ്മുഹു അഹ്മദ് അദ്ദേഹത്തിൻ്റെ പേര് നാമം അഹ്മദ് എന്നായിരിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ് അഹ്മദ്. ഫഈസ അലൈഹിസ്സലാം ബശ്ശറ ബനി ഇസ്രായീല ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈസ അലൈഹിസ്സലാം ഇസ്രായേൽ സന്തതികളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചു. വഹാദ മഅനാഹു അന്നഹും അമറഹും ബിൽ ഈമാൻ ബിഹി. അതാണ് എൻ്റെ ആശയം. എന്ത്? ഈസാ അലൈഹിസ്സലാം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ കൽപ്പിച്ചു എന്ന് പറയുന്ന ആശയം ഇതാണ്. ഫന്നസ്വാറ ലം യുഅ്മിനു ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഫറു ബി ഈസ. അപ്പോൾ അവർ നസാറാക്കൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതിരിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്താണ്? ഈസാ അലൈഹി സ്വലാമിനെ നിഷേധിക്കാൻ ചെയ്തിരിക്കുന്നത്. ലിഅന്നഹു ബശ്ശറഹും ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താണ്? ഈസാ അലൈഹി സ്വലാം അവർക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ഫമഅന ഹാദാ അപ്പോൾ അതിൻ്റെ ആശയം എന്താണ്? അന്നഹും കദബു നബിയ്യഹും ഈസാ അലൈഹി സ്വലാം ഈസ അല്ലദീ യസ്ഉമൂന അന്നഹും ആമനു ബിഹി. അവർ വിശ്വസിക്കുന്ന ഈസാ അലൈഹി സ്വലാമിൽ അവരുടെ നബി അവർ യഥാർത്ഥത്തിൽ അവർ കളവാക്കിയിരിക്കുകയാണ്. വറുസുൽ കുല്ലുഹും യുസദ്ദിഖു ബഅദുഹും ബഅദ. മുർസലീങ്ങളൊക്കെ പരസ്പരം സത്യപ്പെടുത്തുന്നവരാണ് എന്നതാണ്. വറുസുൽ കുല്ലുഹും യുസദ്ദിഖു ബഅദുഹും ബഅദ. മുർസലീങ്ങളൊക്കെ പരസ്പരം സത്യപ്പെടുത്തുന്നവരാണ്. വയുഅ്മിനു ബഅദുഹും ബിബഅദിൻ പരസ്പരം വിശ്വസിക്കുന്നവരാണ്. ഫർറുസുലു അലൈഹിം സ്വലാത്തു വസ്സലാം സിൽസിലത്തും വാഹിദ. മുർസലിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരൊക്കെ ഒരൊറ്റ ചെയിൻ ആണ്. മിനവ്വലിഹിം ഇലാ ആഖിരിഹിം അവരിൽ നിന്നുള്ള ആദ്യത്തെ ആൾ മുതൽ അവസാനത്തെ ആൾ മുതൽ വരെ, അതായത് ആദം അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ. അവ്വലുഹും യുബശ്ശിറു ബിലാഹിഖിഹിം വമുതഅഖിരിഹിം. അപ്പോൾ അവരിൽ പെട്ട ആദ്യത്തെ ആൾ എന്ത് ചെയ്യും? അദ്ദേഹത്തോട് ചേരുന്ന ആളെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കും, അവരെ പിറകെ വരുന്ന ആളെ സംബന്ധിച്ചും. വആഖിറുഹും യുസദ്ദിഖു ബി അവ്വലിഹിം വയുഅ്മിനു ബി അവ്വലിഹിം. അതേപോലെ അവസാനം വന്ന ആൾ അല്ലെങ്കിൽ പിന്നീട് വന്ന ആൾ എന്തു ചെയ്യും? ആദ്യം വന്നയാളെ നബിമാരെ റസൂലിനെ എന്തു ചെയ്യും? സത്യപ്പെടുത്തും, ആദ്യത്തെ ആളിൽ വിശ്വസിക്കുകയും ചെയ്യും. ഫഹും സിൽസിലത്തും വാഹിദ അവരൊറ്റ ചെയിനാണ്, ഒരൊറ്റ സിൽസിലയാണ്. വലിഹാദ യഖൂലു ജല്ല വഅല ഫി സൂറത്തി ശുഅറാ. ഇക്കാരണത്താലാണ് ശുഅറാ സൂറത്തിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്, കദ്ദബത് ഖൗമു നൂഹിനിൽ മുർസലീൻ. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ ജനത മുർസലീങ്ങളെ കളവാക്കി വ്യാജമാക്കി എന്ന്.
മാന്നഹും മാ കദബു ഇല്ലാ നബിയഹും ഫഖത്ത്. അവരുടെ നബി നൂഹ് നബിനെ അല്ലാതെ കളവാക്കിയിട്ടില്ല. എന്നിട്ടും അള്ളാഹു എന്താ പറഞ്ഞത്? നൂഹ് നബീൻ്റെ ജനത മുർസലീങ്ങളെ കളവാക്കി എന്ന് ബഹുവചനത്തിൻ്റെ സ്വായിലാണ് പറഞ്ഞത്. കമാ ഖാലത. കാരണം എന്താണ്? ലാക്കിൻ ലമ്മാ കദബു നബിയഹും കദബു ജമീഅ അൽ മുർസലീൻ. അവർ നൂഹ് അലൈഹി ഇസ്ലാമിനെ കളവാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ മുഴുവൻ മുർസലീങ്ങളെ കളവാക്കിയതുപോലെ തന്നെയാണ്. കമാ ഖാലത, അല്ലാഹു തആല പറഞ്ഞ പോലെ ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറുസുലിഹി വയുരീദൂന അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറുസുലിഹി വയഖൂലൂന നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ് ഇലാ ഖൗലിഹി തആല ഉലൈക ഹുമുൽ കാഫിറൂന ഹഖ്ഖാ. അള്ളാഹു പറഞ്ഞതാണ് ഇന്നല്ലദീന യക്ഫുറൂന ബില്ലാഹി വറസുലിഹി. അള്ളാഹുവിലും അവൻ്റെ റസൂലുമാരിലും ദൂതന്മാരിലും അവിശ്വസിക്കുന്നവർ, യുരീദൂന ഉദ്ദേശിക്കുന്നവർ, അൻ യുഫർരിഖൂ ബൈനല്ലാഹി വറസുലിഹി അള്ളാഹുവിനും മുസ്ലിങ്ങൾക്കിടയിൽ വിവേചനം കൽപ്പിക്കാൻ, യഖൂലൂന എന്നിട്ട് അവർ ചെയ്യും എന്ത്? നുഅ്മിനു ബിബഅദിൻ വനക്ഫുറു ബിബഅദ്. ഞങ്ങൾ ചിലർ വിശ്വസിക്കും, ചിലരിൽ വിശ്വസിക്കുകയില്ല. അല്ലെങ്കിൽ ചിലത് വിശ്വസിക്കും, ചിലത് വിശ്വസിക്കൂല എന്ന്. ഇലാ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം ഇതുവരെ ഉലൈക അക്കൂട്ടർ ഹുമുൽ കാഫിറൂന ഹഖ്ഖാ. അവർ സത്യമായിട്ടും സത്യനിഷേധികളാണ്. അപ്പോൾ ചില മുർസലീങ്ങളിൽ വിശ്വസിച്ചു, ചില മുർസലീങ്ങളിൽ വിശ്വസിക്കാതിരുന്നു എന്ന് പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ എന്താണ്? വിശ്വസിച്ചിട്ടില്ല, സത്യനിഷേധികളാണ്. ഇനി ഖൗലുഹു, ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അഖ്റജാഹു ഈ ഹദീസ് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പുറപ്പെടുവിച്ചതെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ആശയം അൽ ബുഖാരി മുസ്ലിം ഫി സ്വഹീഹൈഹിമാ. ബുഖാരി മുസ്ലിം റഹിമഹുല്ല ഈ അവരുടെ സ്വഹീഹുകളിൽ ഇത് രേഖപ്പെടുത്തിയ ഹദീസാണെന്നുള്ളതാണ്. വഖൗലുഹു വലഹുമാ ഐ അൽ ബുഖാരി മുസ്ലിം. അവർക്ക് രണ്ടു പേർക്കുമുണ്ട്, അതായത് ബുഖാരിക്കും മുസ്ലിമിനും ഉണ്ട് എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല തുടർന്ന് പറഞ്ഞല്ലോ. ഈ ഹദീസ് ഉത്തുബാൻ്റെ ഹദീസിൽ ഉത്തുബാൻ ബിൻ മാലിക് അൽ അൻസാരി സഹാബി മഷ്ഹൂർ റളിയല്ലാഹു അൻഹു. അത് ഉത്തുബാൻ ബിൻ മാലിക് അൽ അൻസാരി എന്ന സഹാബിയാണ്, പ്രസിദ്ധനായിട്ടുള്ള സഹാബിയാണ്. ഹറമ അലന്നാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത്തഹരീം അൽ മൻ തടയലാണ്, നരകത്തിന് നിഷിദ്ധമാണെന്ന് പറഞ്ഞാൽ. മൻ അഹു മിൻ ദുഖൂലിന്നാർ, നരകത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നുള്ള തടയലാണ്, അല്ലെങ്കിൽ അത് ഒഴിവാണെന്നുള്ളതാണ്. ഔ മൻ അന്നാർ അൻ തമസ്സഹു, അല്ലെങ്കിൽ അള്ളാഹു തീയിനെ നരകത്തെ തടഞ്ഞു അയാളെ സ്പർശിക്കുന്നതിന്, തൗഹീദുള്ള വ്യക്തിയെ സ്പർശിക്കുന്നതിന്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞല്ലോ. അടുത്ത വേറെ റിപ്പോർട്ടിൽ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗീ ബിദാലിക വജ്ഹല്ലാഹി എന്നാണ് പറയുന്നത്. അപ്പോൾ മൻ ഖാല എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഐനത്തഖ ബിഹാ ബിലിസാനിഹ വ അഅലനഹ, നാവ് കൊണ്ട് പറയുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന്. യബ്തഗീ ബിദാലിക, അതുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട്, ഈ ബിഖൗലിഹി ലഹ വ നുത്ഖിഹി ബിഹാ, അള്ളാഹുവിൻ്റെ ആ തൗഹീദ് ചിസ്തരം പ്രഖ്യാപിക്കുന്ന വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഉച്ചരിക്കൽ പറയൽ കൊണ്ട്, യബ്തഗീ ബിദാലിക അതുകൊണ്ട് അവൻ ആഗ്രഹിക്കുന്നു, വജ്ഹല്ലാഹ് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നു, ഐ മുഖ്ലിസൻ ലഹു ബിഹാ അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം തനിച്ചാക്കിയിട്ട്. ലം യഖുൽഹാ റിയാഅൻ വലാ സംഅത്തൻ വലാ നിഫാഖൻ, കാപട്യമായിട്ടല്ല, സംഅത്ത് പൊങ്ങച്ചമായിട്ടോ ലോകമാന്യമായിട്ടോ ഒന്നുമല്ല. ബൽ യഅ്തഖിദു മാ ദല്ലത്ത് അലൈഹി മിൻ ഇഫ്റാദില്ലാഹി ബിൽ ഇബാദ, ഇബാദത്തിൽ അള്ളാഹുവിനെ മാത്രം ഒറ്റക്ക് എന്ന് ഇഫ്രാദ് അതിനെ അറിയിച്ചുകൊണ്ട്, വത്തർക്കി ഇബാദത്തി മാ സിവാ അള്ളാഹു അല്ലാത്തതിന് ഇബാദത്ത് ഒഴിവാക്കിക്കൊണ്ടു, വഅ്തിഖാദി ബുത്ലാനിഹ അതിൻ്റെ അത് ബാത്തിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടും അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത്, വൽ ബറാഅത്തി മിൻഹാ വ മിൻ അഹ്ലിഹ ഷിർക്കിൽ നിന്നും ഷിർക്കിൻ്റെ ആളുകളിൽ നിന്നും ബറാഅത്ത് വിടുതൽ ആയിക്കൊണ്ടും എന്നതാണ്. ഫദല്ല അല ഹാദൽ ഹദീസ്, അപ്പോൾ ഈ ഹദീസ് തെളിയിക്കുന്നത് അല അന്നഹു ലാ യക്ഫി മുജറദുൻ നുത്ഖി ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെറുതെ ഉച്ചരിച്ചാൽ മാത്രം പോരാ. മിൻ ഗൈരി മഅരിഫത്തിൻ ലിമാനാഹ, അതിൻ്റെ ആശയം മനസ്സിലാക്കാതെ, വഅമലിൻ ബി മുഖ്തലഹ അത് തേടപ്പെടുന്നത് എന്താണ്, അതിൻ്റെ തേട്ടം എന്താണോ അത് പ്രകാരം കർമ്മം ചെയ്യാതെ, വഅ്തിഖാദിൻ മദ്ലൂലിഹ അതിൻ്റെ മദ്ലൂലിനനുസരിച്ചുള്ള വിശ്വാസമില്ലാതെ എന്ന്. അപ്പോൾ ഈ ഹദീസിൽ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ റിപ്പോർട്ടിൽ യബ്തഗീ ബിഹാ വജ്ഹല്ലാഹ്, ഇതുകൊണ്ട് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞെങ്ങനെ യബ്തഗീ ബിദാലിക വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് അതുകൊണ്ട് ഉദ്ദേശിച്ച് അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ എന്നാണ്, അവനാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക.